കൊല്ലം പോളയത്തോട് റെയിൽവേ ട്രാക്കിന് കുറുകെ മരം വീണ് ട്രെയിൻ ഗതാഗതം താറുമാറായി. ഇലക്ട്രിക് ലൈനിൽ തട്ടി മരത്തിന് തീപിടിച്ചു. ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കൽ ശ്രമം തുടരുകയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഏറനാട് എക്സ്പ്രസ് പിടിച്ചിട്ടു. വന്ദേ ഭാരത്, ജനശതാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകളെ ഇത് ബാധിച്ചു. വി വിനോദ് ചേരുന്നു. വിനോദ, കനത്ത മഴയിൽ റെയിൽ ഗതാഗതം താറുമാറായിരിക്കുന്ന സാഹചര്യം സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തും തിരിച്ചുള്ള പ്രധാനപ്പെട്ട ട്രെയിനുകളെല്ലാം കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണോ ഉള്ളത്? അപർണ, കൊല്ലം പോളയത്തോട്ടാണ് റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണത്. ഈ ലൈൻ കമ്പി കട്ടായി പോയിട്ടുണ്ട്. രണ്ട് വശത്തേക്കുള്ള ട്രെയിൻ ഗതാഗതത്തെയും ബാധിച്ചു. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കുമുള്ള യാത്രാ ട്രെയിനുകളെ ഈ സംഭവം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന കണക്കനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുനലൂർ മധുരൈ എക്സ്പ്രസ്, അതോടൊപ്പം തന്നെ ഏറനാട് എക്സ്പ്രസ്, ജനശതാബ്ദി, കേരള എക്സ്പ്രസ്, വേണാട് എക്സ്പ്രസ്, വന്ദേ ഭാരത്, അതോടൊപ്പം തന്നെ മറ്റ് ട്രെയിനുകൾ കൂടിയുണ്ട്. MGR ചെന്നൈ സെൻട്രലിലേക്കുള്ള സൂപ്പർ AC എക്സ്പ്രസ് ഉണ്ട്. അതിൻ്റെ യാത്രയും ഇപ്പോൾ നിശ്ചലമായിരിക്കുന്നു. മാവേലി എക്സ്പ്രസ്, അതോടൊപ്പം മറ്റ് പല പാസഞ്ചർ ട്രെയിനുകൾ, ഇതിൻ്റെയൊക്കെ തന്നെ സഞ്ചാരത്തെ ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ശക്തമായ മഴയിലും കാറ്റിലുമാണ് ഈ മരം ട്രാക്കിലേക്ക് വീണത്. ഇപ്പോൾ ഇത് മുറിച്ചു മാറ്റുന്ന നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. ആദ്യം എറണാകുളം ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകളായിരിക്കും കടത്തിവിടുക. അതിനുശേഷമായിരിക്കും എതിർ ദിശയിലേക്കുള്ള ട്രെയിനുകളെ കടത്തിവിടുക. 2 മണിക്കൂറിലധികമായി ഈ ട്രെയിനുകൾ പലയിടങ്ങളിലായി പിടിച്ചിട്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ സഞ്ചാരത്തെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ബാധിച്ചിരിക്കുന്നത്. അപർണ, വി വിനോദ് വിവരങ്ങൾ നൽകുന്നത്. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളുടെ ഗതാഗതത്തെ കൂടി ബാധിക്കുന്ന രീതിയിലേക്കാണ്. ഏതായാലും റെയിൽവേ ട്രാക്കിന് കുറുകെയുള്ള മരം അത് കത്തിപ്പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. മരം മാറ്റാനുള്ള ശ്രമങ്ങൾ. വിനോദ, ഇനിയുള്ള ദിവസങ്ങളിലും ഈ റെയിൽ ഗതാഗതത്തിന് വലിയ വിഷയമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. മഴക്കാലം തുടക്കത്തിൽ തന്നെ ഈ തരത്തിലേക്ക് കടക്കുമ്പോൾ റെയിൽവേ കൂടുതൽ ജാഗരൂകമാകുന്നുണ്ടോ? അപർണ, നേരത്തെയും ഇങ്ങനെ ട്രെയിൻ പിടിച്ചിടുന്ന സംഭവം ഉണ്ടായി. ഈ സീസണിൽ തന്നെ നേരത്തെയും ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇതിപ്പോൾ ഒരു വലിയ അപകടമാണ്. കാരണം മരം വീഴുകയും ഈ ലൈൻ കമ്പി ഇത് തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ സമയമെടുക്കുമെന്ന വിവരമാണ് നമുക്ക് റെയിൽവേയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് സെൻട്രൽ സ്റ്റേഷനുമായി നേരത്തെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഒരു ട്രാക്കിലൂടെയുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നടക്കുന്നത്. ഈ വീണ മരം മുറിച്ചു മാറ്റുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. അതേസമയം തന്നെ ഈ ലൈൻ പുനഃസ്ഥാപിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. ആദ്യം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും പിന്നീടായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കുമുള്ള വണ്ടികൾ പോവുക. അത്രയും സമയം യാത്രക്കാർ അതിൽ കുടുങ്ങിക്കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എപ്പോഴത്തേക്ക് ഇത് പൂർത്തിയാകും എന്നതിലും ഒരു ഉറപ്പില്ല. ഏതായിരുന്നാലും ഇപ്പോഴും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൂർവ്വസ്ഥിതിയിലാക്കി ട്രെയിനുകളുടെ സഞ്ചാരം തുടരാനുള്ള ഒരു സൗകര്യമൊരുക്കുക, അങ്ങനെയുള്ള ഒരു നടപടിയിലേക്ക് റെയിൽവേ പോയിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ ട്രെയിനുകൾ ഏതാണ്ട് 11ഓളം ട്രെയിനുകളാണ് ഇപ്പോൾ തന്നെ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇതിലുള്ള യാത്രക്കാരുണ്ട്. പല സ്ഥലങ്ങളിലായി യാത്ര ചെയ്യുന്നവരാണ്. ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെയുണ്ട്. വന്ദേ ഭാരതിൽ വന്നുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു സംഭവത്തെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ്. അപർണ, വി വിനോദ വിവരങ്ങൾ നൽകുന്നത്. ഏതായാലും യാത്രക്കാർ ട്രെയിൻ ഗതാഗതം താറുമാറാകുന്നതോടെ വലിയ പ്രതിസന്ധിയിലേക്ക് യാത്രക്കാരും പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും.